കേരളം ലഹരിയുടെ പിടിയിലാണെന്ന പ്രചരണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. മദ്യലഹരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഒറ്റപ്പെട്ട ലഹരി കേസുകൾ പരിശോധിക്കുമെന്നും മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. വളരെ ശാന്തമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റ് തെറ്റായ പ്രവണതകൾ ഇല്ലാതെ പോകാനും സാധ്യമാകുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് എന്നുള്ളതാണ്. അത് പൊതുവേ വിലയിരുത്താണ്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും സാർ, അത് പരിശോധിക്കുക. അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ തെറ്റായി ഇതിനെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് സാർ. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആകെ കുഴപ്പമാണ്, കേരളം ആകെ കുഴപ്പമാണ്, കേരളം മദ്യത്തിൻ്റെയും ലഹരിയുടെയും പിടിയിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില സാമൂഹ്യ ദ്രോഹികൾക്ക് സമാനമായ മനസ്സുള്ള ചിലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അങ്ങെന്തായാലും അതിലില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രചരണത്തെ നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. എന്നാൽ പൊതുവേ കേരളം ഇങ്ങനെയാണ്, കേരളമാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, ഇന്ന് നമ്മുടെ തന്നെ ഒരു റിപ്പോർട്ടുണ്ട്. കോഴിക്കോടെ ലഹരി കേസുകളുടെ എണ്ണം 700, ഇപ്പോൾ 3 മാസം ആകുന്നതേ ഉള്ളൂ, 2.5 മാസം ആകുന്നതേ ഉള്ളൂ, 700 കടന്നു എന്ന വാർത്ത. ലഹരിയുടെ പിടിയിലകപ്പെട്ട കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നതും അത് ആയിരക്കണക്കിന് എന്ന രീതിയിലേക്ക് ഓരോ വർഷവും കൂടുന്നതും നമ്മൾ തന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലും കൃത്യമായി ഈ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലും പുറത്തുവിട്ട വാർത്തകളാണ്. അത്രയും അധികം കണക്കുകൾ മുന്നിലിരിക്കുമ്പോൾ ലഹരിയുടെ പിടിയിലാണ് എന്ന പ്രചരണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ലഹരിയുടെ പിടിയിലാണ്, പക്ഷെ ആ പ്രചരണം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ 2.5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 700ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി സഭയിൽ തന്നെ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. കാരണം സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തര വേളയിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. കാരണം സംസ്ഥാനത്ത് മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ലഹരി അമിതമായിട്ട് തന്നെ വിപണനങ്ങളും വ്യാപിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് തെറ്റാണ്. ആ പ്രചരണം അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സംസ്ഥാനത്തിൻ്റെ ഈ ടൂറിസം മേഖലയിലെ പ്രവർത്തനങ്ങളെ കരിവാരത്തേക്കാനായിട്ടുള്ള പ്രചരണങ്ങൾ, ദുഷ്ടശക്തികളുടെ പ്രചരണമാണ് ഇത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും ലഹരിയൊക്കെ സംസ്ഥാനത്ത് സുലഭമായി കിട്ടുന്നു എന്ന് പറയുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമുക്കറിയാം, സമീപകാലങ്ങളിലായിട്ട് സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും പുതുതായിട്ട് മലപ്പുറം ജില്ലയിൽ 1.5 കിലോ MDMA പിടികൂടിയ സംഭവം. അപ്പോൾ ഇത്തരത്തിൽ സമീപകാലങ്ങളിലായിട്ടൊക്കെ വലിയ അളവിൽ മയക്കുമരുന്നൊക്കെ പിടികൂടുന്ന സംഭവം നിലനിൽക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അത് സഭയിൽ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ല എന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അത് തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ അത് പറയരുത് എന്നാണ് മന്ത്രി ഇത്തരത്തിൽ പറയാതെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ, ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ കേരളത്തിൽ വന്ന് മരണപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മന്ത്രി ഇത്തരത്തിലൊരു രീതിയിലൊരു മറുപടി നൽകിയത്. ആ മറുപടി ഇത്തരത്തിൽ ഈ മദ്യവും അതുപോലെ തന്നെ ലഹരിയും കേരളത്തിൽ ഇല്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പ്രചരിപ്പിച്ച് വയ്ക്കുന്നതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. കണക്കുകളും സംഭവങ്ങളും ഒക്കെ മുന്നിലുള്ളപ്പോഴും മന്ത്രി കണ്ണടച്ചുകൊണ്ട് സഭയിൽ തെറ്റായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയ ഒരു പ്രവണതയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. വീണ. ശരി ടിൻഡു.